CPM നേതാക്കളുടെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സ് 2 മിനിറ്റ് നടന്നാൽ മന്ത്രി ആർ ബിന്ദുവിന് തങ്ങളുടെ ആവശ്യങ്ങൾ നേരിട്ട് ചോദിക്കാമെന്നായിരുന്നു സമരസമിതി നേതാക്കളുടെ പ്രതികരണം. ചിലരുടെ കയ്യിലെ പാവയായി തീരാതിരിക്കാൻ ആശാ വർക്കേഴ്സ് ശ്രദ്ധിക്കണമെന്ന് EP ജയരാജൻ പറഞ്ഞു. കേന്ദ്രമന്ത്രി അവരുടെ സമരപ്പന്തലിൽ സന്ദർശിച്ചപ്പോൾ മണിമുറ്റത്താവണിപ്പന്തൽ എന്നാണല്ലോ അവർ പാടിയത്. അവിടെ അവർക്ക് എന്താ ഈ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പറ്റിയില്ലേ? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയിൽ അണിനിരക്കുന്ന അവർക്ക് കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറയാനൊന്നുമില്ല. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ ഈ പ്രസ്താവനയാണ് ആശമാരെ ചൊടിപ്പിച്ചത്. സെക്രട്ടേറിയറ്റിലുള്ള മന്ത്രി വനിതയായിരുന്നിട്ട് പോലും തങ്ങളെ കാണാനൊന്നും വന്നില്ല. നേരിട്ട് വന്നിരുന്നെങ്കിൽ പരിഹസിക്കുന്ന മന്ത്രിക്ക് തങ്ങളുടെ അവസ്ഥ ബോധ്യമാകുമായിരുന്നു. ഈ 232 രൂപ വാങ്ങിക്കുന്ന ആശാ വർക്കർമാർ എങ്ങനെയാണ് കേന്ദ്രത്തിൽ പോയി ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നത്? അതിനാണ് ഒരു സംസ്ഥാന സർക്കാരിനെ ഇവിടെ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. ആവശ്യമുള്ള കാര്യങ്ങൾ കേന്ദ്രത്തിൽ നിന്നും സമയാസമയം കൈപ്പറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരത് ചെയ്യണം. ആക്ഷേപ പരിഹാസമൊക്കെ നിങ്ങൾ തുടർന്നോളൂ, അത് ജനങ്ങൾ വിലയിരുത്തിക്കൊള്ളും. ഞങ്ങൾക്കതേ പറയാനുള്ളൂ. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ധനസ്ഥിതി ഒരിക്കലും മെച്ചപ്പെടില്ല. കേരളത്തെ സാമ്പത്തികമായി തകർക്കാൻ ആസൂത്രിതമായി നടക്കുന്ന ശ്രമമാണിതെന്നായിരുന്നു CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന്റെ വിമർശനം. കേരളം സാമ്പത്തികമായി ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നൊരു സംസ്ഥാനമാണ്. അങ്ങനെ സാമ്പത്തികമായി ഞെരുക്കമുണ്ടായി സാമ്പത്തിക പ്രയാസം അനുഭവിക്കുമ്പോൾ അതിൻ്റെ മേലെ ഒരു പ്രതിസന്ധി കൂടി സൃഷ്ടിച്ചെടുക്കാൻ, ജനങ്ങളിൽ അസംതൃപ്തി വരുത്താൻ ആസൂത്രിതമായി നടക്കുന്നൊരു സമരമാണ് ഇപ്പോൾ ഈ ആശാ വർക്കർമാരുടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമരം. നാളെയാണ് സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശമാരുടെ കൂട്ട ഉപവാസ സമരം. 24 തിരുവനന്തപുരം.